കോൾപ്പടവുകളിൽ ഇപ്പോൾ മത്സ്യക്കൊയ്ത്ത് ഉത്സവം നടക്കുകയാണ്. ഒരു നെല്ലും ഒരു മീനും പദ്ധതി പ്രകാരം ടൺ കണക്കിന് മത്സ്യമാണ് വിളവെടുത്തത്. കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇറക്കിയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. വിശാലമായ കോളിലെ വെള്ളത്തിലാണ് ഈ മത്സ്യങ്ങൾ വളർന്നത്. വലിയ വല ഉപയോഗിച്ച് ഏറെ ആളുകൾ ഒരുമിച്ച് ചേർന്നാണ് വിളവെടുപ്പ് നടത്തുന്നത്. കട്ല, രോഹു, ഗ്രാസ്, കാർപ്പ്, ആറ്റുകൊഞ്ച് തുടങ്ങിയ മത്സ്യങ്ങളാണ് പ്രധാന കൃഷി. 44.5 ലക്ഷം ആറ്റുകൊഞ്ചിന്റെ കുഞ്ഞുങ്ങളെയും 13.5 ലക്ഷം മറ്റു മത്സ്യക്കുഞ്ഞുങ്ങളെയുമാണ് പടവിൽ നിക്ഷേപിച്ചത്. ആന്ധ്രയിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുവന്ന് കട്ല, രോഹു, മകാല, സൈപ്രൻസ് എന്നീ മത്സ്യങ്ങളെ കൊണ്ടിറക്കി തീറ്റ കൊടുത്ത് 6 മാസത്തിന് ശേഷം വിളവെടുക്കുകയാണ് ചെയ്യുന്നത്. അഡാക്കിന്റെ സഹായത്തോടെ പടവുകളിൽ നടക്കുന്ന കൃഷിയിൽ നിന്ന് ഇക്കൊല്ലം 330 ടൺ മത്സ്യമാണ് പ്രതീക്ഷിക്കുന്നത്. 445 ഹെക്ടർ പാടത്താണ് കൃഷി. മത്സ്യങ്ങൾ കളകളെ നശിപ്പിക്കുന്നതിനാൽ തുടർന്നുള്ള നെൽകൃഷിക്ക് നിലമൊരുക്കാൻ എളുപ്പമാകുന്നു. മത്സ്യങ്ങളുടെ വിസർജ്യവും നെൽകൃഷിക്ക് വളമാകുന്നു. എന്നാൽ നെൽകൃഷിക്ക് ലഭിക്കുന്ന പോലുള്ള സഹായം മത്സ്യം വളർത്താൻ ലഭിക്കുന്നില്ലെന്ന് കർഷകർക്ക് പരാതിയുണ്ട്. സത്യനാരായണൻ, സൂര്യ ന്യൂസ്, തൃശൂർ.